കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ERP ആണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജസ് നമ്മൾ പഠിച്ചായിരുന്നു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ പാക്കേജസ്, ERP പാക്കേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ വിവിധ തരം ERP പാക്കേജസ് അവൈലബിൾ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പാക്കേജസിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഒറാക്കിൾ ആണ്. ഒറാക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് US കാലിഫോർണിയയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ് ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനി. അത് ഡേറ്റാബേസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് കൂടുതലായിട്ട്. അത് നമുക്കൊരു ഒറാക്കിൾ പ്രൊവൈഡ് ചെയ്യുന്ന ERP പാക്കേജ് എന്ന് പറയുന്നത് ഫിനാൻസിനും അതുപോലെ തന്നെ അക്കൗണ്ടിങ് മോഡ്യൂളിനും വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നതാണ്. മെച്ചപ്പെട്ട ഫിനാൻസിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മോഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ERP പാക്കേജാണ്. അതുപോലെ തന്നെ ഇത് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയ ടെക്നോളജീസും നമുക്ക് ഇതിനകത്ത് അഡോപ്റ്റഡ് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ERP പാക്കേജാണ് ഒറാക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറാക്കിൾ R12 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാക്കേജിന്റെ പേരാണ്. രണ്ടാമത്തെ പാക്കേജ് എന്ന് പറയുന്നത് SAP. ഇറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്റ്റ്. ഇതൊരു ജർമ്മൻ ബേസ്ഡ് ആണ്. ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ് SAP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പാക്കേജ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ചെറിയ കമ്പനികൾ അല്ലെങ്കിൽ വലിയ കമ്പനികൾക്കും എല്ലാം അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു ERP പാക്കേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് SAP എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിലും പിൽക്കാലങ്ങളിൽ നമുക്ക് ചെറിയ എന്റർപ്രൈസസിന് വേണ്ടിയുമുള്ള പാക്കേജസ് ഇത് നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാക്കേജിലും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് തുടങ്ങിയ ടെക്നോളജീസ് എല്ലാം ഇതിനകത്തും അഡോപ്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫിഗേഴ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഒരു SAPന്റെ ഒരു ഓഫീസിൽ നിന്നും പല സബ്സിഡിയറി അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹെഡ് ഓഫീസിൽ നിന്നും ഒക്കെ കസ്റ്റമേഴ്സുമായിട്ടും എല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് ഡേറ്റാബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പാക്കേജസ് ആണ് SAP എന്ന് പറഞ്ഞത്. അടുത്തത് ഓഡോ. ഓഡോ എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റേത് രണ്ടും നമുക്ക് ഫ്രീവെയർ അല്ല. ഇത് ഓപ്പൺ സോഴ്സ് ERP പാക്കേജാണ് ഓഡോ എന്ന് പറഞ്ഞത്. ഓപ്പൺ ERP നമുക്ക് നേരത്തെ അറിയപ്പെട്ടിരുന്നതാണ്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഓർഗനൈസേഷന്റെ ഇതിൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് കസ്റ്റമേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സോഴ്സ് ERP പാക്കേജാണ് ഓഡോ എന്ന് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നാലാമത്തെ മൈക്രോസോഫ്റ്റിന്റെ ആണ്, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്. ഒരു മിഡ് സൈസ്ഡ് ആയിട്ടുള്ള മീഡിയം ലെവൽ ഓർഗനൈസേഷന് വേണ്ടി നമുക്ക് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഈ പാക്കേജ്. നെക്സ്റ്റ് നമുക്ക് ടാലി ERP, ഇന്ത്യൻ കമ്പനി, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനി ടാലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരെണ്ണമാണ് ടാലി ERP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മെയിനായിട്ട് അക്കൗണ്ടിങ് പാക്കേജസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്, ഇൻവെന്ററി ആൻഡ് പേറോൾ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു പാക്കേജാണ് ഈ ടാലി ERP എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മെയിനായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള പാക്കേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടാതെ തന്നെ വെബ് ERP ഉണ്ട്, ERP5, ഓപ്പൺ ബ്രാവോ തുടങ്ങിയ പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കമ്പനിക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് പാക്കേജ് ആണെന്നുള്ള പാക്കേജ് സെലക്ഷൻസിനകത്ത് ഇംപ്ലിമെന്റേഷൻ അത് പറഞ്ഞിരുന്നു. പാക്കേജ് സെലക്ഷൻസിനകത്ത് ഏത് ആണ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ERP പാക്കേജസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് മെയിനായിട്ടും നമുക്ക് ERP പാക്കേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിനെ പഠിക്കാനുള്ള ഇതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്, റിസ്ക് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബെനിഫിറ്റ്സ് ഓഫ് ERP നോക്കാം.
ഒന്ന് ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമുക്ക് ERP പാക്കേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് എന്തുവാ? മെച്ചപ്പെട്ട സേവനം നൽകുക എന്നുള്ളതാണ്. അതിന് മാക്സിമം റിസോഴ്സ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആൻഡ് റെഡ്യൂസ് ദ വേസ്റ്റേജ്. അതാണ് ERP ഇൻസ്റ്റലേഷൻ കൊണ്ട് മെയിനായിട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ളത് തന്നെ, ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. Installing ERP can reduce the wastage of resources and resource utilization can be improved. Second one എന്ന് പറഞ്ഞിരിക്കുന്നത് better customer satisfaction. നമുക്ക് മാക്സിമം റിക്വയർമെന്റ്സ്, കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് മാക്സിമം മീറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻസ്, ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ സർവീസിനെ കൊണ്ട് ഉണ്ടാക്കിക്കുക എന്നുള്ളതാണ്. With the introduction of web-based ERP, a customer can place orders and make payments from home. Next, മൂന്നാമത്തേത് വെച്ചാൽ provide accurate information. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. നമുക്ക് സാധാരണ മാനുവൽ സിസ്റ്റത്തിനെ അപേക്ഷിച്ച് ERP പാക്കേജ് ആയിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന ഓർഗനൈസേഷൻസിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റിയാണ്. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, നമുക്കൊരു ബെറ്റർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ആക്യുറേറ്റ് ആൻഡ് റിലവന്റ് ഇൻഫർമേഷൻ ഹെൽപ്സ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻസ് ഫോർ എ സിസ്റ്റം. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ERP യിൽ നിന്ന് നൽകുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരു എന്റർപ്രൈസിന്റെ സുഗമമായിട്ട് നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ക്യാൻ അഡാപ്റ്റ് ന്യൂ ചേഞ്ചസ് ഈസിലി. നമുക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാം, മാറ്റങ്ങളോട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റും. ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി. പിന്നെ ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി. ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകീകൃതമായിട്ടുള്ള വിവരങ്ങൾ ERP പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസിങ്ങിലോട്ട് കൊണ്ടുവരുവാണ്. അന്നേരം നമുക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡേറ്റാസും നമുക്ക് ഈ സെൻട്രലൈസ്ഡ് ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ERP എന്ന് പറഞ്ഞാൽ. ഒന്ന്, ഇംപ്രൂവ്ഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, വിഭവശേഷികളുടെ മെച്ചപ്പെട്ട വിനിയോഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഉപഭോക്തൃ സംതൃപ്തി. പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക. ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് ഫ്ലെക്സിബിലിറ്റി, പൊരുത്തപ്പെടുക, പുതിയ ചേഞ്ചസിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടുക. ഇൻഫർമേഷൻ ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകീകൃതമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് ഉപയോഗിച്ച് നമുക്ക് മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാക്കുന്നു. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് ERPയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ റിസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ? ഒന്ന്, ഹൈ കോസ്റ്റ്. നേരത്തെ പറഞ്ഞു, നമുക്കൊരു ഇംപ്ലിമെന്റേഷനിൽ ഒരു ERP എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് ആകുന്ന ഒരു പ്രക്രിയയാണ്. കാരണം അതിന്റെ വേരിയസ് മോഡ്യൂൾസിന്റെ കോസ്റ്റ്, അതുപോലെ ലൈസൻസ് ഫീസ്, നമ്മുടെ പുതിയ നെറ്റ്വർക്കിംഗ് അപ്ഗ്രേഡ് ചെയ്യുക, റിസോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഹാർഡ്വെയർ ആണെങ്കിലും അതിന്റെ അപ്ഗ്രേഡേഷൻസിന് ആവശ്യമായിട്ട് വരും. അങ്ങനെ ERP ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ആണ്. അതാണ് ഒന്നാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ERP ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രോസസ് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്, അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം അത് ഏകദേശം ഒരു വർഷം മുതൽ 2 വർഷം വരെയും ഒക്കെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഒരു കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള കാലയളവായിരിക്കും. അതാണ് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് റിക്വയർ അഡീഷണൽ ട്രെയിൻഡ് സ്റ്റാഫ്സ്. നമുക്ക് ERPയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യമുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫ്സിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. എങ്കിലേ അത് നമുക്ക് ആ ഒരു പാക്കേജ്, പുതിയൊരു പാക്കേജസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അറിയാൻ പറ്റും. അന്നേരം ട്രെയിൻഡ് സ്റ്റാഫ്സ് അവിടെ ആവശ്യമായിട്ട് വരും. പിന്നെ നാലാമത് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റനൻസ് ഇഷ്യൂസ്. നമുക്ക് ERP യുടെ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് കറണ്ട് പ്രോസസ്സിനകത്തുള്ള ചേഞ്ചസ് ആണ്. അന്നേരം നമുക്ക് എംപ്ലോയീസിന് പലപ്പോഴും ആ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാതെ വരും. ഓപ്പറേഷണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. നമ്മുടെ ട്രെയിനിങ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അതൊന്നും പരിഹരിക്കാൻ പറ്റുന്നെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇതാണ് മെയിനായിട്ടും ഇതിനകത്തുള്ള റിസ്ക് എന്ന് പറയുന്നത്. ഹൈ കോസ്റ്റ്, പിന്നെ ടൈം കൺസ്യൂമിങ്, റിക്വയർഡ് അഡീഷണൽ സ്റ്റാഫ്സ്, ഓപ്പറേഷണൽ ആൻഡ് മെയിൻ്റനൻസ് ഇഷ്യൂസ്. ഓക്കെ, ഇതാണ് നമുക്ക് ERP യുടെ റിസ്ക്. നെക്സ്റ്റ് നമുക്ക് അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്. നമ്മൾ ERP പാക്കേജസിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 4-5 ടെക്നോളജീസ് ഉണ്ട്. അതേതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് PLM, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്ന് പറയും. അതിനകത്ത് പേരിനകത്ത് തന്നെ ഇറ്റ് ഈസ് എൻ എൻറ്റയർ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. ഇപ്പോൾ മാനേജ് ചെയ്യുക. PLM is the process of managing the entire life cycle of a product. The PLM has the following stages. 4 സ്റ്റേജസ് ആണ്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ഒരു പുതിയ പ്രോഡക്ട്സിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് അതിന്റെ ഒരു ഗ്രോത്ത്, മാർക്കറ്റിലുള്ള ഒരു വളർച്ച, ഗ്രോത്ത്. 3 അതിന്റെ വളർച്ച പൂർണ്ണതയിലെത്തുന്നതാണല്ലോ, മെച്യൂരിറ്റി കൊണ്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഡിക്ലൈൻ, താഴ്ച. ഇതാണ് അതിന്റെ 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, പിന്നെ 2 ഗ്രോത്ത്, 3 മെച്യൂരിറ്റി, 4 ഡിക്ലൈൻ. It is performed for increasing marketing opportunities and for ensuring usage of latest technology. To create a new product of the company must understand its customers, market and competitors. നമ്മൾ പുതിയൊരു പ്രോഡക്ട്സ് കമ്പനി ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ മാർക്കറ്റ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയണം. അതുപോലെ നമ്മളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന മറ്റ് ആൾക്കാരെങ്ങനെയുണ്ട്, അവരുടെ പ്രോഡക്ട്സ് എങ്ങനെയൊക്കെയുണ്ട്, അവരുടെ ആ ഒരു റേറ്റ് എങ്ങനെയൊക്കെയാണ്. നമ്മൾ കുറഞ്ഞ റേറ്റിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കി കൊടുത്തെങ്കിലേ നമുക്കത് പ്രയോജനമുള്ളൂ. അന്നേരം ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത്, പിന്നെ അതിൻ്റെ മെച്യൂരിറ്റി പൂർണ്ണതയിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ താഴ്ചയിലേക്ക് ഒരു ചെറിയൊരു ഡിക്ലൈനിങ് വരും. വീണ്ടും അടുത്ത ഒരു പ്രോസസ് വീണ്ടും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് രണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇത് പിന്നെ അതിനുണ്ട് കസ്റ്റമേഴ്സുമായിട്ടുള്ളൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു എന്റർപ്രൈസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഉപഭോക്താക്കളാണ്, കസ്റ്റമേഴ്സാണ്. അന്നേരം ഒരു എന്റർപ്രൈസിന്റെ വിജയം കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. Customers are the most important part of an enterprise. The success of an enterprise depends upon the good relationship with the customers. CRM is a term that covers the policies used by enterprise to manage their relationship with customers. CRM is the approach for creating, maintaining and expanding customer relationship. It includes capture, storage and analysis of customer information. The data thus collected from the customers are kept secretly and not shared with any third parties. നമുക്ക് കസ്റ്റമേഴ്സ് ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞു. കസ്റ്റമേഴ്സുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ്, നല്ല ബന്ധം നമ്മൾ പുലർത്തണം. ആ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ്
നമ്മൾ സ്വകാര്യമായിട്ട് തന്നെ സൂക്ഷിക്കുക. അത് മറ്റുള്ള തേർഡ് പാർട്ടീസുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റരുത്. അതുപോലെ തന്നെ അവരുടെ അപ്രോച്ചസ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അപ്രോച്ച്, ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സ്പാൻഡിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവരുടെ ഒരു പ്രോഡക്റ്റുമായിട്ടുള്ള അവരുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് കൈകാര്യം ചെയ്യുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റാണ്. അത് മെയിനായിട്ടും 4 ഇതാണ്. ഒന്ന് സെയിൽസ്, പിന്നെ ഓർഡേഴ്സ്, സപ്പോർട്ട്സ്, മാർക്കറ്റിംഗ്. അന്നേരം ആ ഒരു ഘട്ടത്തിൽ ഓരോ ഘട്ടങ്ങളിലും കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റും. അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മൂന്നാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS എന്ന് പറയും. MIS എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് കളക്ട് ചെയ്യുക, അത് സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഒരു ഓർഗനൈസേഷന് വേണ്ടി. അത് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ളതുണ്ട്, കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ കോർഡിനേഷന് വേണ്ടി എല്ലാം നമുക്ക് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. അന്നേരം കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ the information should be properly managed. For that, management information system is introduced. There are enterprises different types of management ആണുള്ളത്. അതിപ്പോൾ എംപ്ലോയീസ്, ലോ ലെവൽ എംപ്ലോയീസ്, ലേബേഴ്സ്, ഡെയിലി വേജസ് ഉള്ള ആൾക്കാരുണ്ട്, മിഡിൽ ലെവലായിട്ടുള്ള ക്ലാസ് ഓഫീസേഴ്സ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ടോപ്പ് ലെവലായിട്ടുള്ള സീനിയർ മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പ്രോപ്പറായിട്ടുണ്ടാകണം. ഈ ആൾക്കാരെല്ലാം ഈ MISന്റെ യൂസേഴ്സ് ആണ്. അന്നേരം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ്, റിലവൻ്റ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക ഫ്രം ദി ഇൻസൈഡ് ഓഫ് ദ എന്റർപ്രൈസ്, അതർവൈസ് ഔട്ട്സൈഡ് ഫ്രം ദ കസ്റ്റമേഴ്സ് ഓൾസോ. വി ക്യാൻ കളക്ട് ദ റെലവൻറ്റ് ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് അതൊരു സെൻട്രൽ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഒരു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം, ഇന്റഗ്രേറ്റഡ് സിസ്റ്റമായിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് MIS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Information system collects, stores and distributes information from an organization. It is also used for decision making, communication, coordination and controlling and analysis of an enterprise. Information system transforms raw data into useful information. An enterprise may contain different categories of employees like clerks, assistants, officers and managers. All of them are users of MIS. MIS collects relevant data from inside and outside of an enterprise and stored in a central database. This database is made available to the users. MIS can be considered as an integrated system of man and machine for providing information. Okay? അന്നേരം ഇൻഫർമേഷൻസ് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, സെൻട്രലൈസ് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക, ഇത് ആവശ്യമായിട്ടുള്ള യൂസേഴ്സിന് അത് അവൈലബിൾ ആക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സപ്ലയറിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് ഗുഡ്സ് എത്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അസോസിയേറ്റ് ചെയ്യുന്നത് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, ഒരു പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, അവിടെ മുതൽ തിരിച്ച് ഉപഭോക്താവിന് പ്രോഡക്റ്റ്സ് എത്തുന്നിടം വരെയുള്ള ആ ഒരു ഫ്ലോ, അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ കളക്ടിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദസ് ഇൻക്രീസിംഗ് ദ and ends with the delivering goods to the customers. SCM, supply chain management, aim to the fast delivery of goods to customers that increase the customer satisfaction. നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് ഫാസ്റ്റ്, ഇപ്പോൾ ഓൺലൈൻ
ഷോപ്പിംഗ് ഇ കോമേഴ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്ത് വിത്തിൻ ദ ഡേയ്സ് നമുക്ക് സാധനങ്ങൾ എത്തും. അന്നേരം അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഡെലിവറീസ് ആണ് നടക്കുന്നത്. വളരെ ബിസിനസ് ലോജിസ്റ്റിക്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എല്ലാം ട്രാൻസ്പോർട്ട് മാനേജ്മെന്റും എല്ലാം കൈകാര്യം ചെയ്യുന്നതെല്ലാം ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. Supply chain management software are available in the market. It includes inventory management, transportation management, warehouse management, distributions, etc. അന്നേരം നമുക്ക് ഒരു റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന മുതൽ ഒരു സാധനം ഡെലിവറി ചെയ്യുന്ന വരെയുള്ള ഒരു ആക്ടിവിറ്റീസ് അത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് അനലൈസ് ബിസിനസ് ഡേറ്റ ആൻഡ് പ്രസന്റ് ഇറ്റ് ടു ദ യൂസേഴ്സ് so that they can make business decisions more easily. അപ്പം ഡിസിഷൻ സപ്പോർട്ടുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അതായത് നമുക്ക് റൈറ്റ് ടൈമിൽ റൈറ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അന്നേരം നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് യൂസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ് ഡേറ്റാസ് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഡിസിഷൻസ് ഒരു ഫേമിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. പല ഫോംസിൽ അല്ലെങ്കിൽ റിപ്പോർട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. So, decision support needs an effective database management system to provide support in decision making. Okay, ഇതാണ് നമുക്ക് ഇവിടെ ERPയുടെ റിലേറ്റഡ് ടെക്നോളജീസ് പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ തിയറി പോർഷൻസ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ERP, അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഫേസസ് ERP, പിന്നെ BPR ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന്, പിന്നെ ഇതിനകത്തുള്ള ERP റിലേറ്റഡ് ടെക്നോളജീസ് ഉണ്ട്. അതുപോലെ തന്നെ പാക്കേജസ് ERP പാക്കേജസ്, ബെനിഫിറ്റ്സ് ആൻഡ് റിസ്ക് ഓഫ് ERP ഇതൊക്കെ എന്ന് പറയുമ്പം ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ലപോലെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.